കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPM-നെ കുരുക്കി ED കുറ്റപത്രം. SC മൊയ്തീൻ, MM വർഗീസ്, K രാധാകൃഷ്ണൻ ഉൾപ്പെടെ മുതിർന്ന നേതാക്കളെ പ്രതിയാക്കിയാണ് ED കുറ്റപത്രം സമർപ്പിച്ചത്. അന്തിമ കുറ്റപത്രത്തിൽ CPIM പാർട്ടി എന്ന നിലയിലും പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. S ശ്രീകാന്തും B ദിലീപ് കുമാറും വിവരങ്ങൾ നൽകും. ശ്രീകാന്ത്, പ്രതിപട്ടികയിലെ പേരുകളിൽ നമുക്ക് തുടങ്ങാം. ആരൊക്കെയാണ് പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കൾ, പ്രാദേശിക നേതാക്കൾ? ഒപ്പം CPM പാർട്ടി എന്ന നിലയിലും ഈ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന ഒരു അസാധാരണ നീക്കവും ED-യുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടല്ലോ. വിജയകുമാർ, ഈ CPM പ്രതിപട്ടികയിൽ ഉണ്ടാകും എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായിരുന്നു. കാരണം പാർട്ടിയുടെ അക്കൗണ്ടിൽ നിന്നും 1 കോടി രൂപ നേരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെടുക്കുകയും അത് ക്രയവിക്രയം നടത്തുന്നതിന് നിയന്ത്രണം കൊണ്ടുവരികയും ചെയ്തു. ആ അക്കൗണ്ട് തന്നെ ഫ്രീസ് ചെയ്യുകയും ചെയ്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ സ്വാഭാവിക നടപടി എന്ന നിലയിൽ പാർട്ടി ഇതിൽ പ്രതിപട്ടികയിൽ വരും എന്ന് സൂചനകൾ ഉണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയെന്ന് പറയുന്നത് CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ, മുൻ മന്ത്രിയടക്കം ഈ കേസിൽ പ്രതികളായി എത്തി എന്നുള്ളതാണ്. ആ പേര് വിവരങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ഇപ്രകാരമാണ് അത് നൽകാൻ സാധിക്കുന്നത്. അതായത് നിലവിൽ 27 പ്രതികളെ കൂടി ഈ കേസിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ആകെ 83 പ്രതികളാണ് ഉള്ളത്. 64-ാം പ്രതിയായി വടക്കാഞ്ചേരി കൗൺസിലർ മധു അമ്പലപുരം വരുന്നുണ്ട്. 67-ാം പ്രതിയായി SC മൊയ്തീൻ, മുൻ മന്ത്രി കൂടിയാണ് SC മൊയ്തീൻ. അതോടൊപ്പം 68-ാം പ്രതിയായാണ് പാർട്ടി CPIM ഇപ്പോൾ ഈ പ്രതിപട്ടികയിൽ ഇടം പിടിക്കുന്നത്. MM വർഗീസ്, മുൻ തൃശൂർ ജില്ലാ സെക്രട്ടറി, 69-ാം പ്രതിയാണ്. K രാധാകൃഷ്ണൻ MP, ആലത്തൂർ MP, 70-ാം പ്രതിയാണ്. 71-ാം പ്രതിയായി AR പീതാംബരൻ, പുറത്തുശ്ശേരി നോർത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ്. അതോടൊപ്പം 72-ാം പ്രതിയായി വരുന്നത് പുറത്തുശ്ശേരി സൗത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി MB രാജുവാണ്. ഇരിങ്ങാലക്കുട ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി KC പ്രേമരാജൻ കേസിൽ 73-ാം പ്രതിയായി വരികയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം മറ്റ് ആളുകളുടെ പേര് കൂടി ഇതിലിപ്പോൾ നൽകുന്നുണ്ട്. അത് എല്ലാം തന്നെ ഈ വായ്പ തട്ടിപ്പിൽ ഉൾപ്പെട്ട സാധാരണ ആളുകളാണ് അതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ബാക്കി ഞാൻ ഈ വായിച്ച 8 പേർ ഈ CPIM-മായി ഉന്നത പദവി അലങ്കരിക്കുന്ന, അതായത് പാർട്ടി ആദ്യം വരുന്നു, മുൻ മന്ത്രി വരുന്നു, സിറ്റിംഗ് MP വരുന്നു, മുൻ ജില്ലാ സെക്രട്ടറി വരുന്നു. അങ്ങനെ CPIM-മായി ബന്ധപ്പെട്ട തൃശൂർ ജില്ലയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ ഇതിൽ പ്രതികളായി വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇതിൽ ഏറ്റവും കൗതുകകരം, ഒരു പാർട്ടി തന്നെ ഇതിൽ പ്രതിസ്ഥാനത്തേക്ക് വരുന്നു എന്നുള്ളതാണ്. മുൻപ് ED-യുടെ കേസുകൾ പരിശോധിച്ചാൽ ഇത്തരത്തിലൊരു നീക്കം. ശ്രീകാന്ത്, ഇതിൽ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇവരൊക്കെ ഏത് തരത്തിലാണ് ഈ ക്രമക്കേടിൽ, ഈ അഴിമതിയിൽ പങ്കാളികളായത് എന്നാണ് ED പറയുന്നത്. ഇപ്പോൾ വായ്പ തരപ്പെടുത്തി കൊടുക്കുന്നു, ആ നിലയിൽ പണം നഷ്ടമാകുന്നു, തിരികെ പിടിക്കാൻ ചെല്ലുമ്പോൾ ആളുണ്ടാകുന്നില്ല, അല്ലെങ്കിൽ ആ സ്ഥലം ഉണ്ടാകുന്നില്ല, ഒരേ ആധാരത്തിൽ നൂറുകണക്കിന് വായ്പകൾ, അങ്ങനെ പലതരത്തിലുള്ള ക്രമക്കേടാണല്ലോ കരുവന്നൂരിൽ നടന്നത്. ഈ പാർട്ടി, അതുപോലെ തന്നെ പാർട്ടിയുടെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കൾ, മുൻ മന്ത്രിമാർ, ഈ ഏരിയ ലോക്കൽ കമ്മിറ്റി തലങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന നേതാക്കൾ ഉൾപ്പെടെ ഇവരെങ്ങനെയാണ് ഈ തട്ടിപ്പിന്റെ ഭാഗമായിരിക്കുന്നത്? അത് ED എന്താണ് അതിൽ പറയുന്നത്? വിജയകുമാർ, നമുക്ക് പ്രാഥമികമായി കിട്ടുന്ന വിവരമനുസരിച്ച് ഈ ആളുകൾ ഈ കരുവന്നൂർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഈ വായ്പ, അത് ഇതിന്റെ ഈ കരുവന്നൂർ സഹകരണ ബാങ്കിന്റെ പരിധിയിൽ പോലും പെടാത്ത ആളുകൾക്ക് വായ്പ തരപ്പെടുത്തി നൽകി എന്നുള്ളത് ഒരു കുറ്റമായി കണ്ടെത്തിയിരിക്കുന്നു. അത് 1-2 പേരല്ല, കോടിക്കണക്കിന് രൂപ, 180 കോടി രൂപ ഇത്തരത്തിൽ അനധികൃതമായി ആ ബാങ്കിൽ നിന്നും വായ്പ കിട്ടാൻ ഒരു അർഹതയുമില്ലാത്തവർക്ക് തരപ്പെടുത്തി കൊടുത്തു എന്നുള്ളത് ഒരു കുറ്റമായി കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ പാർട്ടി ഇതിൽ നടത്തിയ ഇടപെടലുകൾ, ചില സ്റ്റോറുകളൊക്കെ തന്നെ തുടങ്ങിയിരുന്നു ഈ ബന്ധപ്പെട്ട് അതിൽ നടന്ന ക്രമക്കേടുകൾ, കള്ളപ്പണം വെളുപ്പിക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇവർക്കെതിരെ ആരോപിക്കുന്നത്. ഓരോ വ്യക്തികൾക്ക് എതിരെ ഇന്ന കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ കുറ്റപത്രത്തിൽ വിശദമായ പരാമർശമുണ്ട്. അതിന്റെ പകർപ്പടക്കം കിട്ടാൻ കുറച്ച് സമയമെടുക്കും. ഏതാണ്ട് 11 മണിക്കാണ് അതിന്റെ വിശദാംശങ്ങൾ കോടതി മുമ്പാകെ സമർപ്പിച്ചത്. കിട്ടുന്ന വിവരം, ഈ അനധികൃതമായി ആളുകൾക്ക്, ഈ ബാങ്കിന്റെ പരിധിയിൽ പോലും പെടാത്ത ആളുകൾക്ക് വായ്പ തരപ്പെടുത്തി കൊടുക്കുകയും കള്ളപ്പണം വെളുപ്പിക്കലിന് കൂട്ടുനിൽക്കുകയും പാർട്ടിക്കും നേതാക്കൾക്കും സാമ്പത്തിക ഗുണമുണ്ടാവുകയും ചെയ്തു. ഇതാണ് കണ്ടെത്തൽ. ശരി ശ്രീകാന്ത്, ഏതായാലും ആ കുറ്റപത്രത്തിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനുണ്ട്. ഇവരുടെയൊക്കെ പങ്ക്, മുൻ മന്ത്രിമാരുടെയും ഒക്കെ പങ്ക് എന്താണ് എന്നതിന്റെ കൂടുതൽ വിവരങ്ങൾ, കുറ്റപത്രം എന്താണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. വൈകാതെ വിശദാംശങ്ങൾ ശ്രീകാന്ത് നൽകും. ന്യൂസ് ഡെസ്കിൽ നിന്ന് B ദിലീപ് കുമാർ കൂടി ചേരുന്നുണ്ട്. ദിലീപ്, A67 SC മൊയ്തീൻ, 68 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്, 69 MM വർഗീസ്, 70 K രാധാകൃഷ്ണൻ, 71 AR പീതാംബരൻ,
അങ്ങനെ 64 മുതൽ താഴോട്ട് നോക്കിയാൽ CPM-ന്റെ പ്രാദേശിക തലത്തിലും സംസ്ഥാന തലത്തിലും പ്രവർത്തിക്കുന്ന നേതാക്കൾ, അഖിലേന്ത്യാ തലത്തിൽ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന തരത്തിൽ കമ്മിറ്റികളിൽ പ്രവർത്തിക്കുന്ന നേതാക്കൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് തന്നെ പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുന്നു എന്ന അസാധാരണ സാഹചര്യം. ഇത് പാർട്ടിയെ സംബന്ധിച്ച് വിശദീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്. ഇപ്പോൾ ED-ക്കെതിരെ രാഷ്ട്രീയമായ ആരോപണങ്ങൾ ഉന്നയിക്കാം, അതല്ലെങ്കിൽ ED ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങിയ കേസ് ഇവിടെ വിജിലൻസ് എടുത്തിട്ടുണ്ടെന്നൊക്കെ പറയാം. അങ്ങനെയൊക്കെ പറയുമ്പോഴും കരുവന്നൂരിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നത് കണ്ടെത്തിയതാണ്. അതിലെ പാർട്ടിയുടെ പങ്കാളിത്തം സംബന്ധിച്ചും ഇതിനോടകം വിവരങ്ങൾ വന്നതാണ്. അപ്പോൾ ഇതങ്ങനെ വെറുതെ ED-ക്കെതിരെ ആരോപണം ഉന്നയിച്ച് മാത്രം വിശദീകരിക്കാൻ കഴിയുമോ CPM? അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോയില്ലേ ഈ കുറ്റപത്രത്തോടെ? വിജയകുമാർ, CPM-നെ സംബന്ധിച്ച് വലിയ പ്രതിരോധത്തിലാണ് ED-യുടെ കുറ്റപത്രം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ED കേന്ദ്ര സർക്കാർ ഏജൻസിയാണ് എന്നതൊക്കെയുള്ള ആരോപണങ്ങൾ നേരത്തെ മുതൽ ഉന്നയിക്കുന്നെങ്കിലും ഇങ്ങനെ CPIM-നെ അടക്കം ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ CPIM-നെ അടക്കം പ്രതിപ്പട്ടികയിൽ ചേർത്തുകൊണ്ടുള്ള കുറ്റപത്രം ഒരുപക്ഷെ കേരളത്തിൽ മുമ്പുണ്ടായിട്ടില്ല എന്നതും പ്രത്യേകതയാണ്. CPIM തന്നെ 68-ാം പ്രതിയായി ഈ കുറ്റപത്രത്തിൽ ഉണ്ട്. CPIM-ന്റെ നേതാക്കൾ, CPIM-ന്റെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറിമാരായിരുന്ന AC മൊയ്തീൻ 67-ാം പ്രതി, 68-ാം പ്രതിയായി CPIM-നെ തന്നെ ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 69-ാം പ്രതിയായി മുൻ CPIM-ന്റെ ജില്ലാ സെക്രട്ടറി MM വർഗീസ്, 70-ാം പ്രതിയായി CPIM-ന്റെ മുൻ ജില്ലാ സെക്രട്ടറിയും ഇപ്പോൾ ആലത്തൂർ MP-യുമായിട്ടുള്ള K രാധാകൃഷ്ണൻ. ഇങ്ങനെ ഈ നിലയിലുള്ള ഈ കുറ്റപത്രം CPIM-ന്റെ നേതാക്കളും CPIM എന്ന പാർട്ടിയും തന്നെ പ്രതിപ്പട്ടികയിൽ വന്നിരിക്കുന്ന ഒരു അസാധാരണമായ സാഹചര്യമാണ് ആ പാർട്ടിയെ സംബന്ധിച്ചുള്ളത്. ഈ കേന്ദ്ര ഏജൻസിയാണ് ഈ അന്വേഷണം നടത്തിയതെന്ന ആരോപണം, അത്തരമൊരു ആരോപണം ഉന്നയിക്കാമെങ്കിലും അതിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിലൊന്നും ആർക്കും ഒരു സംശയവുമുള്ള കാര്യമില്ല. കെടുകാര്യസ്ഥതയും അഴിമതിയും ആ ബാങ്കിൻ്റെ മുഖമുദ്രയായിരുന്നു എന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല. 180 കോടിയോളം രൂപ ഈ നേതാക്കൾ അനധികൃതമായി തട്ടിപ്പ് വഴി സമാഹരിച്ചു എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിട്ടുള്ളത്. അത് CPIM നിർദ്ദേശിച്ചിട്ടുള്ള ബിനാമികൾക്ക് അവർക്ക് വായ്പകൾ നൽകുക, അതോടൊപ്പം തന്നെ ഭൂമി വാങ്ങുക, അങ്ങനെയുള്ള നിരവധി തട്ടിപ്പുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ തട്ടിപ്പുകളൊന്നും തന്നെ ആദായ നികുതി വകുപ്പിന് കൈമാറിയിട്ടുള്ള കണക്കുകളിൽ ഉണ്ടായിരുന്നതല്ല എന്ന കാര്യവും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന് CPIM നേരത്തെ പറഞ്ഞിട്ടുള്ള ന്യായീകരണം, ഭൂമി വാങ്ങുന്നതൊക്കെ CPIM-ന്റെ പ്രാദേശിക ഘടകങ്ങൾ ഭൂമി വാങ്ങുമ്പോൾ അത് ജില്ലാ സെക്രട്ടറിമാരുടെ പേരിലാണ് സ്ഥലങ്ങൾ വാങ്ങുക എന്നതാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ഈ സ്ഥലം വാങ്ങുന്നതിനടക്കം ബാങ്കിൽ നിന്നുള്ള അനധികൃത വായ്പകൾ, ഇതിന് കരുവന്നൂർ സഹകരണ ബാങ്കിൽ തന്നെ 5ഓളം രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നു എന്ന കാര്യവും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് ഉടൻ തന്നെ നടക്കാനിരിക്കുമ്പോൾ, നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത വർഷം നടക്കാനിരിക്കുമ്പോൾ CPIM-നെ സംബന്ധിച്ച് വലിയ പ്രഹരമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഈ കുറ്റപത്രം. വിജയകുമാർ. ബി ദിലീപ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്.